ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സുഖവും സന്തോഷവും നൽകി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മുടെ തിരുവനന്തപുരത്തെ പേട്ടയിലെ വരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു കേട്ടോ. ഇതിനു മുന്നേ പോയപ്പോഴേ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് അവിടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പോകുന്നവർക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, ഇന്ന് അധികം തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവിയെ നന്നായി തൊഴാൻ പറ്റി കേട്ടോ. ആദ്യമേ ഒരു ക്ഷമ പറയട്ടെ, ഈ വീഡിയോ ഞാൻ തന്നെ എടുത്തതായതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഒരു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് മറു കയ്യിൽ ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ടൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന ഇൻഫർമേഷൻ എനിക്ക് തരാൻ പറ്റുമെന്ന് കരുതുന്നു. അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഈ കമ്മിറ്റി ഓഫീസുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ റെസിപ്റ്റ് മേടിച്ച് അവിടെ നിന്ന് നേരെ തൊട്ടടുത്ത് കാണുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ അവർ നമുക്ക് ദീപം തെളിയിക്കാനുള്ള തട്ടം തരും. ആദ്യം നമുക്ക് നവദീപം തെളിയിക്കാനുള്ള തട്ടമാണ് തരുന്നത്. അപ്പോൾ നമ്മളത് വാങ്ങി നേരെ സൈഡിലായിട്ട് വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ദീപം ഈ വിളക്കുകളിലേക്ക് പകർത്തി അമ്പലത്തിനകത്ത് ചുറ്റി വലം വെച്ച് വരികയായിരുന്നു കഴിഞ്ഞ തവണ ചെയ്തത്. ഇത്തവണയും ഞാൻ അതുപോലെ 2 വലം വച്ചു കേട്ടോ. അപ്പോഴാണ് കമ്മിറ്റി ഓഫീസിലെ ചേട്ടൻ പറഞ്ഞത്, ഇങ്ങനെ വലം വയ്ക്കാൻ പാടില്ല, നിങ്ങൾ ശ്രീകോവിൽ ചുറ്റി വലം വെച്ച് വേണം വരേണ്ടിയിരുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഞാൻ കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ലല്ലോ ചെയ്തത്. പക്ഷേ അമ്പലത്തിനകത്ത് നിന്ന് ചേട്ടൻ അത് പറഞ്ഞു തരാൻ തയ്യാറായില്ല. ഞാൻ പുറത്തിറങ്ങി പഞ്ചമി ദീപത്തിൻ്റെ തട്ടം വാങ്ങാൻ നേരം അവിടെ നിന്ന് ചേട്ടനോട് ചോദിച്ചു കേട്ടോ. പുള്ളി നല്ല ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു തന്നു, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ ഈ വിളക്ക് കൊണ്ട് പോകുന്ന ആൾക്കാരുടെ ഒരു അശ്രദ്ധ കാരണം മുന്നേ പോയ ആളുടെ മുടിയിലേക്ക് തീ പടരുകയും ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു തീരുമാനം കമ്മിറ്റിക്കാർ ചേർന്ന് എടുത്തു. ഇനി ഇതിനകത്ത് വെച്ചിട്ട് വലം വയ്ക്കുന്നത് നിർത്തലാക്കി പകരം ശ്രീകോവിലിന് ചുറ്റും വലം വെച്ചിട്ട് വരാനുള്ളൊരു തീരുമാനം എടുത്തു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാര്യം എല്ലാ ദിവസവും ഈ തിരക്ക് കുറഞ്ഞൊരു അവസ്ഥ ആയിരിക്കത്തില്ല ഇവിടെ. വളരെ ഉള്ള ദിവസങ്ങളിൽ നിയന്ത്രണാതീതമായിട്ട് ആൾക്കാർ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ അപകട സാധ്യതയുള്ളത് അതുകൊണ്ട് എന്തായാലും അവരങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ലതായി തോന്നി. പക്ഷേ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ഈ ശ്രീകോവിലിന് ചുറ്റും നമ്മൾ നടന്നു വരുമ്പോഴേക്കും കാറ്റടിച്ച് ദീപം കെട്ടുപോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടി നമ്മൾ അതിനകത്ത് കൊണ്ടുവരേണ്ട ഒരവസ്ഥ ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മനസ്സിലെ പ്രാർത്ഥന ദേവി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് കരുതി ഞാൻ പഞ്ചമി ദീപം അമ്പലത്തിന് വലം വെച്ച് തന്നെയാണ് കൊണ്ടുവന്നത്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പുരുഷന്മാർക്ക് അമ്പലത്തിലേക്ക് ഷർട്ട് ഇട്ട് പ്രവേശനം ഉണ്ടോ എന്ന്. ഷർട്ട് ഊരിയിട്ട് തന്നെയാണ് എല്ലാവരും കടക്കുന്നത്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ 1-2 പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, പുരുഷന്മാർ ഷർട്ട് ഇട്ടിട്ടല്ല, ഷർട്ട് ഊരിയിട്ടാണ് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി എല്ലാവരും ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതിയാവും. ഞാൻ കാണുന്നതനുസരിച്ച് തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. നേരത്തെ കമ്മിറ്റി ഓഫീസിൽ കാശ് അടയ്ക്കാനായിട്ട് ഗൂഗിൾ പേ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ QR കോഡ് വെച്ചിട്ടുണ്ട്, സ്കാനർ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ചില സമയങ്ങളിൽ നമ്മൾ കയ്യിൽ പൈസ ഇല്ലാതെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ ദൂരെ നിന്ന് വരുന്നവർക്ക് ചിലപ്പോൾ അത് വലിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. കാരണം തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല, ഒട്ടേറെ ആൾക്കാർ വളരെയധികം ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ദേവിയെ കാണാനായിട്ട്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുവാണ്. അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ടതില്ല. വീട്ടിലിരുന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി. എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഒരു മോചനം ദേവി തീർച്ചയായും നൽകുന്നതാണ്. വീഡിയോയുടെ ഇടയിൽ നെഗറ്റീവ് കമൻറ്റുമായിട്ട് ധാരാളം ആൾക്കാർ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസമില്ലാത്തവർ ഒരു 3 സ്റ്റെപ്പ് പുറകിലോട്ട് നിൽക്കുക, വിശ്വാസമുള്ളവർ 3 സ്റ്റെപ്പ് മുന്നിലോട്ട് നിൽക്കുക. മനമുരുകി ദൈവത്തെ വിളിക്കുക. നിങ്ങളുടെ എല്ലാ കഷ്ട ദുരിതങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ദേവി ഒരു മോചനം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓം വജ്രവരാഹി നമഃ.
നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന 1-2 കാര്യങ്ങൾ കൂടി പറയാം കേട്ടോ. നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ് കയറി വരുന്നിടത്ത് തന്നെ കാറ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പഞ്ചമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഇടുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ കാറ് വരുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് കഴിവതും കാറൊക്കെ കൊണ്ടുവരുന്നവർ അവിടെ പുറത്ത് പാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 വീലറൊക്കെ ആണെങ്കിൽ അകത്ത് കയറുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഓട്ടോയും അകത്തോട്ട് കയറും. പക്ഷേ കാറ് വന്നു കഴിഞ്ഞാൽ അവിടെ തിരിക്കുന്നതിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാവും. വീണ്ടും ഉപകാരപ്രദമായ ഇത്തരം വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മറ്റു ചില അമ്പലങ്ങളിൽ കൂടെ നമ്മൾ ദർശനം നടത്തുന്നുണ്ട്. തീർച്ചയായും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്.